ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ലെബൻസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന നല്ല നാടൻ രീതിയിൽ അയില മലർത്തി പൊരിച്ചാണ്. നാടനായത് തന്നെ നല്ല ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇവിടെ 2 അയിലക്കിലെ പേസ്റ്റാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വലിയൊരു അയിലേനെ എടുക്കുക. എന്നിട്ടാകുമ്പം നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങളെ കൈ ചുണ്ടൻ വിരൽ യൂസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒലർത്തി കൊടുത്തിട്ട് അതിൻ്റെ ഈ സ്കെൽറ്റ്, അതായത് ഈ മുള്ളിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒന്ന് കൈയിട്ടിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നിങ്ങൾ ആ കൊട്ടൊന്ന് ഓടിച്ചിട്ട് അത് മുള്ള് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ? അപ്പം ഇപ്പോൾ ഇതേപോലെ മലർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റിലിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇതൊരു 5 മിനിറ്റ് വെക്കുന്ന അത്രയും നല്ലതായിരിക്കും. എന്നിട്ടാകുമ്പോൾ ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് ഇതേപോലെ ആയാൽ 2 കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫിഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡായാൽ ഒരു സൈഡായാൽ നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കുക്കാക്കിയിട്ട് എടുക്കാം. അതിലേക്ക് ഇറ്റ്സ് റെഡി ടു സെർവ്. ഇത് നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം, എസ്പെഷ്യലി കുട്ടികൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഇതിൽ മുള്ളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതൊരു നമ്മൾ ഈ അക്കൂറൊക്കെ പൊരിച്ച് ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ മീൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പീസിന് അടുത്തത് വരുന്നവരെ ടേക്ക് കെയർ.